മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ ചെലമ്പൻ ഭാര്യ 40 വയസ്സുള്ള യശോദയ്ക്കാണ് പരിക്കേറ്റത്. ആലുവയിൽ 3 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ പ്രതി കുട്ടിയുടെ അമ്മ മാത്രം. അധികൃതരുടെ മുന്നറിയിപ്പ് ലംഘിച്ച് ചാളക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ ചെലമ്പൻ ഭാര്യ 40 വയസ്സുള്ള യശോദയ്ക്കാണ് പരിക്കേറ്റത്. ഉൾവനത്തിൽ വിറക് ശേഖരിക്കാൻ പോയി തിരികെ വരുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. അടിച്ചിൽ തൊട്ടി ഉന്നതിയിൽ നിന്നും 1/2 കിലോമീറ്ററോളം അകലെ ഉൾവനത്തിൽ ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. യശോദയെ കുത്തിയിട്ട കാട്ടുപോത്ത് കുറച്ചു ദൂരം വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ബന്ധുവാണ് ഇവരെ ഊരിനടുത്ത് വരെ കൊണ്ടുവന്നത്. തുടർന്ന് ജീപ്പിൽ കയറ്റി റോഡിലെത്തിക്കുകയും 108 ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ യശോദയുടെ ഇരുകാലുകളും ഒടിഞ്ഞ നിലയിലാണ്. മീഡിയ ടൈം, ചാലക്കുടി. ആലുവയിൽ 3 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കുട്ടിയുടെ അമ്മ മാത്രമാണ് കേസിലെ പ്രതി. കുട്ടിയെ പീഡിപ്പിച്ച ചെറിയച്ഛനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കേസിൽ 101 സാക്ഷികളാണുള്ളത്. പുത്തൻകുരിശ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് മൂവാറ്റുപുഴ പോക്സോ കോടതിയിലാണ്. 2024 മെയ് 19-നാണ് മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് കുട്ടിയെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയത്. കുട്ടിയോട് അച്ഛന്റെ കുടുംബം കാണിച്ച അമിത വാത്സല്യവും പ്രതി നേരിട്ട ഒറ്റപ്പെടലുമാണ് കൊലപാതകത്തിനുള്ള കാരണമായി കുറ്റപത്രത്തിൽ പറയുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടി പീഡനത്തിനിരയായെന്ന കാര്യം പുറത്തറിയുന്നത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിതാവിന്റെ സഹോദരൻ കുട്ടിയെ പീഡിപ്പിച്ചതായി തെളിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. അധികൃതരുടെ മുന്നറിയിപ്പ് ലംഘിച്ച് ചാളക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. ചെറുമത്തികളെ പിടിച്ച എറിയാട് സ്വദേശി കാവുങ്ങൽ വീട്ടിൽ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള ദു ഉൽ ഫിക്കർ എന്ന വള്ളമാണ് പിടികൂടിയത്. വള്ളത്തിൽ നിന്നും 10 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 2000 കിലോ കുഞ്ഞൻ മത്തിയാണ് ഫിഷറീസ് അധികൃതർ പിടികൂടിയത്. മത്സ്യസമ്പത്ത് കുറയുന്നതിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. വള്ളം ഉടമയിൽ നിന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴ ഈടാക്കും. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലുപ്പത്തിന് താഴെ പിടികൂടുന്നത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ സി സീമയുടെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ CK മനോജിന്റെ നേതൃത്വത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ VN, ഷൈബു VN, സീഗാർഡ്സ് ഹുസൈൻ വടകനൊലി, നിഷാദ് എന്നിവർ ചേർന്നാണ് വള്ളം പിടികൂടിയത്. വരും ദിവസങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തീരക്കടലിലും ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും ഉണ്ടായിരിക്കുമെന്നും ചെറുമത്സ്യങ്ങൾ കയറ്റിപ്പോകുന്ന വാഹനങ്ങളിലും വിൽപ്പനാ കേന്ദ്രങ്ങളിലും പരിശോധനകൾ ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്ന് കൂൺ കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. മാള വടമ സിവിൽ സ്റ്റേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ VR സുനിൽകുമാർ MLA കൂൺ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ സമ്പൂർണ്ണമായൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കാർഷിക മേഖലയിലേക്ക് സ്ത്രീകളും യുവജനങ്ങളെയും എല്ലാം ആകർഷിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ ഇവിടെ നടത്തുന്നുണ്ട്.
കൂടുതൽ യുവജനങ്ങളെയും സ്ത്രീകളെയും നമുക്കിതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ എല്ലാ മേഖലയിലേക്കും ഒരു ചെറുകിട സംരംഭം എന്ന നിലയിൽ, ഒരു ബിസിനസ് കേന്ദ്രം എന്ന നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിലൂടെ നമ്മുടെ കൃഷിയിലൂടെ തന്നെ നമുക്ക് നല്ല വിജയമുണ്ടാക്കിയിട്ടുള്ള ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ഏതെല്ലാം സാധ്യതകളിലേക്ക് കാർഷിക മേഖലയിലേക്ക് കിടക്കാൻ നമുക്ക് സാധിക്കുന്നത് അതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തത്തക്ക രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതായിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി അധ്യക്ഷത വഹിച്ചു. തൃശൂർ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പദ്ധതി വിശദീകരണം നടത്തി. മാള കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ CB അജിത്, മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കോബ്, വെള്ളാങ്കല്ലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MK സ്മിത, C അഞ്ജു എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സും സദ്ഭാവന പുരസ്കാര സമർപ്പണവും നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് പിന്നെ അന്നമനട പരമേട്ടൻ, പിന്നെ വീണ്ടും പുതിയ തലമുറ വാദ്യകലാകേന്ദ്രം, ഇവിടെ അന്നമനട അച്യുതന്മാരുടെ എല്ലാം സ്മരണാർത്ഥം വാദ്യകലാകേന്ദ്രം, അങ്ങനെ പുതുമയാർന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മികച്ച രീതിയിലാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ മാറ്റത്തിനാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യവസായ മന്ത്രി എന്ന നിലയിൽ ആദ്യഘട്ടങ്ങളിൽ സംരംഭകരെ കാണുമ്പോൾ പ്രധാന പരാതി ഈ പഞ്ചായത്ത് ലൈസൻസില്ല, മുനിസിപ്പാലിറ്റി ഇല്ല. സർക്കാർ ഉദ്ദേശിക്കുന്നത് പരമാവധി ആരും സർക്കാർ ഓഫീസ് വരാൻ പാടില്ല. ഇതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാട്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചാലക്കുടി സോഷ്യൽ കെയർ ഫോറം സംസ്ഥാനത്തെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദിന് മന്ത്രി P രാജീവ് സദ്ഭാവന പുരസ്കാരം സമർപ്പിച്ചു. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ സംസ്ഥാന ശ്രദ്ധ നേടിയ ഫൈസൽ അന്നമനടയെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ TK സതീശൻ, മഞ്ജു സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ OC രവി, അന്നമനട ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീജ നസീർ, മോളി വർഗീസ്, MU കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. മാള K കരുണാകരൻ സ്മാരക ഗവൺമെന്റ് ITIയിൽ റാങ്ക് ജേതാക്കളെ ആദരിക്കലും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. പഠിക്കുമ്പോൾ നമുക്ക് അറിവ് കൂടുതൽ കിട്ടും എന്നുള്ളതും, ആ അറിവ് നമുക്ക് നല്ല രീതിയിൽ ഏതെല്ലാം മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതും, അതോടൊപ്പം തന്നെ നല്ല തൊഴിൽ കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് ഓരോ മേഖലകളിൽ നമ്മൾ പഠിക്കുമ്പോഴും അതിനനുസൃതമായിട്ടുള്ള ട്രേഡുകൾ, ആ ട്രേഡുകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതും പഠനം എങ്ങനെയാണ് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിടയിൽ നിന്ന് മാത്രമല്ല നമുക്ക് അറിവ് ഉണ്ടാകുന്നതും, നമുക്ക് അതിന് തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നതും തൊഴിൽ പരിശീലനവും കൂടിയാണ്. അത് ഞാൻ സൂചിപ്പിക്കും. പഠനത്തോടൊപ്പം പരിശീലനം, എക്സ്പീരിയൻസ്, അതൊരു അനുഭവം കൂടിയാണ്. ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതും നമുക്കിടയിൽ നിന്ന് മാത്രമാണ് എന്ന് നിങ്ങളാരും ധരിക്കരുത്. അതുകൊണ്ട് വിദേശത്ത് പോകുന്നത് ഒരു കുറ്റമായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടില്ല. പലപ്പോഴും പറയും വിദേശത്ത് പോകുന്നത് കുറ്റമാണ്. നമ്മൾക്ക് മികച്ചത് എവിടെയാണോ അതേ ഞാൻ പറയാൻ ആഗ്രഹിക്കുള്ളൂ. മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ MA സൗജ, വൈസ് പ്രിൻസിപ്പൽ P ലതിക, PTA പ്രസിഡന്റ് TM രഘുനാഥ്, ക്രിസ്റ്റോ ജോർജ്, KP ജോസ് പ്രകാശ്, TM ദീപു, PK സുബ്രഹ്മണ്യൻ, P മിഥുൻ എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം പ്രതീക്ഷ സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിരുചികളാണ്, ആശയങ്ങളാണ്, ചിന്തകളാണൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് ഓരോ മനുഷ്യരും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യരാണ്. പൊതുവായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുമ്പോഴും നാം തിരിച്ചറിയേണ്ടത് വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തർ. അച്ഛനെ പോലെ മകനാവണമെന്നില്ല, അമ്മയെ പോലെ മകനും മകളുമാകണമെന്നില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ, അതിന് വേണ്ടത് നമ്മുടെ പ്രോത്സാഹനമാണ്.
ഓരോ കലാകാരനും വളർന്നു വരുമ്പോഴും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോഴും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് ഉണ്ടാകും എന്നുള്ളതാണ്. അതവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ വളർച്ചയിലും പങ്കാളികളാവുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ പുറകിൽ ഒരു സമൂഹം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും അവരുടെ പുറകിൽ, എല്ലാ കുട്ടികളുടെ വളർച്ചയുടെ പുറകിലും ഒരു സമൂഹമുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ നബീസത്ത് ജലീൽ, സിനി ബെന്നി, മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോർജ് ഊക്കൻ, ജുമൈന ഷഗീർ, മാള പഞ്ചായത്ത് അംഗങ്ങളായ പ്രീജ സലീം, ജിജു മാടപ്പള്ളി, ജോർജ് നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് വാളൂരിൽ പുതിയ അങ്കണവാടി മന്ദിരോദ്ഘാടനം നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. വി ആർ സുനിൽകുമാർ MLA മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, വി വി ജയരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, പി മീര, ബിജി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. ചെയർമാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിച്ചു. അതിന്റെ കൺവീനർ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇതിന്റെ കൺവീനറായി വരിക. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതിൻ്റെ നേതാക്കന്മാർ ഈ കമ്മിറ്റിയിൽ, ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അതിൻ്റെ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന വിവിധ തലങ്ങളിലുള്ള, നമ്മളിപ്പോൾ ഈ സംഘാടക സമിതി രൂപീകരണത്തിൽ വന്നിട്ടുള്ള മറ്റ് വിവിധ തലങ്ങളിൽ നമ്മുടെ ഈ ആൾക്കാർ അവർ തന്നെ ആരാണ് ഞങ്ങളുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തരേണ്ടതെന്നുള്ള ഒരു നിർദ്ദേശം. അത് അധ്യാപക രംഗത്തുന്നുണ്ട്, ആശാപ്രവർത്തകർ രംഗത്തുനിന്ന്, അംഗൻവാടി രംഗത്തുന്നുണ്ട്, കുടുംബശ്രീ രംഗത്തുനിന്നുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ അതിൻ്റെ ഒരു നിർദ്ദേശം അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും. തുടർന്ന് വി ആർ സുനിൽകുമാർ MLA രക്ഷാധികാരിയായും പഞ്ചായത്ത് സെക്രട്ടറി കൺവീനറായും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും സംഘാടക സമിതി രൂപീകരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, അങ്കണവാടി പ്രവർത്തകർ, ഗ്രന്ഥശാല പ്രവർത്തകർ, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് വി ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ 5-ന് നടക്കും. ഉച്ചയ്ക്ക് 2:30-ന് പൊയ്യ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. വി ആർ സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹന്നാൻ MP മുഖ്യാതിഥിയാകും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സാബു കൈതാരൻ, റീന സേവ്യർ എന്നിവർ പങ്കെടുത്തു. ഈ ചടങ്ങ് ഏറെ അഭിമാനത്തോടുകൂടി പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതിയുമായി ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി മുന്നോട്ട് പോയത് അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഏകദേശം ഇപ്പോൾ 1000 കിലോമീറ്റർ നമ്മുടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞു. 1000 മീറ്റർ പൈപ്പ് ഇട്ട് കഴിഞ്ഞു. അതിന്റെ ടെസ്റ്റ് കഴിഞ്ഞു. ബാക്കി പണികൾ പൂർത്തീകരിക്കുന്നു. അതായത് കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടപ്പിലാക്കുന്നത് ആദ്യമായാണ്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ അവഗണനയ്ക്കും ബെന്നി ബെഹന്നാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവരുടെ റെയിൽവേ വികസന അനാസ്ഥയ്ക്കുമെതിരെ LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CV ജോഫി അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, TP ജോണി, പോളി ഡേവിസ്, ജോസ് പൈനാടത്ത്, CP സജീവ്, പോൾ പുല്ലൻ, PD നാരായണൻ, സാബു സുൽത്താൻ, ഉഷ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കോടശ്ശേരി പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായി മുൻ MLA BD ദേവസി കൊണ്ടുവന്ന സമഗ്ര കുടിവെള്ള പദ്ധതി കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിച്ചെന്നാരോപിച്ച്
LDF കോടശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് നായരങ്ങാടിയിൽ ബഹുജന സമരജ്വാല സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. TR ബാബു അധ്യക്ഷനായി. EA ജയതിലകൻ, CK സഹജൻ, CK ശശി, TN ജോഷി, NC ബോബൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. അടിച്ചിൽ തൊട്ടി ഉന്നതിയിലെ ചെലമ്പൻ ഭാര്യ 40 വയസ്സുള്ള യശോദയ്ക്കാണ് പരിക്കേറ്റത്. ആലുവയിൽ 3 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിനു മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ പ്രതി കുട്ടിയുടെ അമ്മ മാത്രം. അധികൃതരുടെ മുന്നറിയിപ്പ് ലംഘിച്ച് ചാളക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം പിടിച്ചെടുത്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നാണ് വള്ളം പിടിച്ചെടുത്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.